കേരളം ആകെ നശിച്ചു പോവുകയാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അതെന്തിനാണ് കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ ഇവിടെ എന്തൊരുണ്ടാക്കാൻ പോകുന്നു? 250 കോടി രൂപ മുടക്കി ലയണൽ മെസ്സിയെ ഇവിടെ കൊണ്ടുവരണേം കാട്ടി നമ്മളെ കേരള സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? 100 പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക. കുറെ ലോണൊക്കെ ഉണ്ടല്ലേ, അതായത് ലോണൊക്കെ എടുത്ത് കൊണ്ടുവരാൻ. മെസ്സി വരണ്ട, മെസ്സി വന്നിട്ട് എന്താ കാര്യം? ടി വി കണ്ടാൽ പോലെ. മെസ്സി നമുക്ക് വാങ്ങാമല്ലോ, കഴിക്കാൻ വേണ്ടിയല്ലോ തരൂ. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ സർക്കാർ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. എന്നാൽ മെസ്സി കേരളത്തിൽ വന്നതുകൊണ്ട് കേരളത്തിന് ഒരു ഗുണവുമില്ലെന്ന് പറയുകയാണ് ഒളിമ്പ്യനായ അഞ്ജു ബോബി ജോർജ്. ഇത്രയും കോടികൾ മുടക്കി മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ഫുട്ബോൾ പ്രേമികൾക്ക് മെസ്സി വരുന്നതിൽ അഭിമാനമാണ്. സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അത്രയ്ക്ക് ഫണ്ടിങ് നമ്മൾ ഒരുപാട് ചിലവാണ്. അപ്പം തന്നെ ഒരുപാട് കടങ്ങളും പെൻഷൻ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടില്ലേ. കേരളം ആകെ നശിച്ചു പോവുകയാണ്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അതെന്തിനാണ് കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ ഇവിടെ എന്തൊരുണ്ടാക്കാൻ പോകുന്നു? നാട്ടിലെ നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൊണ്ടുവരും. മെസ്സിയെ കൊണ്ടുവന്ന ഒരു ലോകതാരത്തെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനും കേരളത്തിൻ്റെ സ്പോർട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. എവിടെയുള്ള കുട്ടികളാ അവരെ കളിയും അല്ലെങ്കിൽ കണ്ട് വളർത്തിയെടുക്കുക. മെസ്സിനെ കൊണ്ടുവന്നിട്ട് ബിസിനസ് നടക്കുന്നല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് മെസ്സിയെ കാണാം. ഇപ്പോൾ മെസ്സി വരുന്നതിന് സേഫ്റ്റി ചിലവാണ്, വരുന്നത് പോലെ നല്ല ചിലവാണ്. അപ്പോൾ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നത്, അവിടെ സ്റ്റേഡിയം നല്ല സ്റ്റേഡിയം അല്ല, കേസ് നടന്ന സ്റ്റേഡിയമാണ്. അതുപോലെ തന്നെ സേഫ്റ്റി ഒന്നുമില്ല. മെസ്സി വരണ്ട, മെസ്സി വന്നിട്ട് എന്താ കാര്യം? ടി വി കണ്ടാൽ പോലെ. ആ സമയത്ത് ബാക്കിയില്ല, ഇവിടെ കളിക്കുന്ന കുട്ടികളെ വളർത്തിയെടുക്കുമല്ലേ വേണ്ടി. അങ്ങനെയല്ലേ നമുക്ക് ഇന്ത്യൻ ടീമിലേക്ക് ഓരോ കുട്ടികളെ വിടാൻ പറ്റുള്ളൂ. കാരണം മെസ്സി വന്നിട്ട് ഇവിടെ എന്ത് കിട്ടാനാണ്? അല്ല, ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ കൊണ്ടുവരുന്നതാണ് നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ ഡ്രഗ് അബ്യൂസൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടേ സ്പോർട്സിനെ ഫേവർ ചെയ്ത് കുറേ പേര് സ്പോർട്സിലോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതൊരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരിക്കും. 250 കോടി രൂപ മുടക്കി ലയണൽ മെസ്സിയെ ഇവിടെ കൊണ്ടുവരണേം കാട്ടി നമ്മളെ കേരള സർക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? 100 പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുക. അല്ലാതെ ലയണൽ മെസ്സിയെ ഇവിടെ കൊണ്ടുവന്നിട്ട് കേരളത്തിലൊന്നും സാധിക്കാനില്ല. കുറച്ച് ആൾക്കാർ കുറേ ഫോട്ടോ എടുത്ത് ലയണൽ മെസ്സി തിരിച്ചു പോകും. പുള്ളിയുടെ അക്കൗണ്ടിൽ ക്യാഷിൽ പൈസ വന്നു. ഇവിടെ ഉള്ള ഒരു 100 പാവങ്ങൾക്ക് 250 കോടി രൂപ ആയപ്പം 10 ലക്ഷം രൂപ വെച്ച് ഒരു വീടിൻ്റെ പ്രോജക്റ്റായി. എത്ര പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റും? എത്ര പാവങ്ങൾക്ക് അന്നം കൊടുക്കാൻ പറ്റും? അതൊന്നും ചെയ്യാതെ ഈ സർക്കാർ ഇത് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? ഒന്നാമത് സർക്കാർ ഭരിച്ച എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. 5 പൈസ ഇല്ല, നമ്മൾ വണ്ടി അവിടെ കിടക്കണുണ്ട്, രാവിലോട്ട് കിടക്കണേന് ഒരു രക്ഷയില്ല. ജനങ്ങൾ നോക്കണം, ആൾക്കാർ ആരുടെയും പൈസ ഇല്ല. അതിനോട് മെസ്സി വന്നിട്ട് കാര്യമുണ്ടോ? മെസ്സി നമുക്ക് വാങ്ങാമല്ലോ, കഴിക്കാൻ വേണ്ടിയല്ലോ തരൂ. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത്, ലയണൽ മെസ്സിയെ കൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മളതിനെ കാണാൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, വളർന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ നാട് മുഴുവനും നന്നാക്കി സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയതിന് ശേഷം ഇന്ത്യ മഹാരാജ്യമാണെങ്കിലും ശരി, കേരളമാണെങ്കിലും ഏത് സംസ്ഥാനമാണെങ്കിലും അതിനുശേഷം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ തലമുറകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നും രണ്ടും പാരലായിട്ടാണ് സംഭവിക്കേണ്ടത്. ഇവിടെ രാഷ്ട്രീയക്കാരുടെ ഒരുപാട് കെടുകാര്യസ്ഥത കൊണ്ടാണ് പല കാര്യങ്ങളും നടക്കാതെ വരുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്ത് കോടികൾ മുടക്കി ചെയ്യുന്നു, മാറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ വാർഷികം ആഘോഷിക്കുന്നു മന്ത്രിസഭ. ആർക്ക് ഗുണമുണ്ടാകാൻ വേണ്ടിയിട്ടാണ്? തീർച്ചയായിട്ടും മാധ്യമങ്ങൾ കൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ട പരസ്യങ്ങളെല്ലാം ചെയ്യുക, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കോടികൾ മുടക്കി ഈ ഒരു ആഘോഷം നടത്തേണ്ട ഒരു കാര്യങ്ങളുമില്ല. ഇവിടുത്തെ സാധാരണക്കാർ കഷ്ടപ്പെടുമ്പോഴും വിലക്കയറ്റം ഇത്രയും വെളി പോകുന്ന സമയത്ത്. പക്ഷേ അതേസമയം നമ്മുടെ വളർന്നവരും തലമുറയ്ക്ക് അവർക്ക് കൊടുക്കേണ്ട എൻജോയ്മെൻറ്റ് മുഴുവനും കിട്ടാനുള്ള ഒരു ഭാഗ്യം അവർക്ക് കിട്ടണം. ആ പൈസക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഒരുപാട് പാവപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം അത്രയും പൈസ മുടക്കി അങ്ങനെ ഒരു ആളിനെ കൊണ്ടുവരുന്നേക്കാളും വേറെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. ഇവിടെ ഉള്ളവരെ വെച്ച് തന്നെ അത് ചെയ്യണമല്ലേ നല്ലത്. കുറച്ചുകൂടെ വലിയ വലിയ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ ചിലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉള്ളവരെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കണമെന്ന് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.